എല്ലാ കൊച്ചുകൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്, നമുക്കറിയാം നമ്മൾ ആഗസ്റ്റ് 15 അതെ സ്വാതന്ത്ര്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നിങ്ങൾക്ക് അറിയുമോ, 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത് അല്ലേ. നമ്മൾ സ്കൂളിലൊക്കെ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതിലൊരു പരിപാടിയാണ് എന്ത്? യെസ്, ക്വിസ് മത്സരങ്ങൾ. അപ്പൊ അത്തരത്തില് ക്വിസ് മത്സരങ്ങളിൽ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന, അപ്പൊ നിങ്ങൾ അറിയേണ്ട കുറേ ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു നോട്ട് ബുക്ക് എടുത്ത് അതിൽ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതി പഠിക്കുക. ഓക്കെ, ഇത് ഭാവി ജീവിതത്തിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. നേരെ നമുക്ക് ആ ഒരു ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് അറിയുന്ന ഒരു ചോദ്യം കൂടി ആയിരിക്കും ഇത്, അല്ലേ? നോക്കാം. നമ്മുടെ രാജ്യം ഏതാണ്? നമുക്കറിയാം നമ്മുടെ രാജ്യം. ഉത്തരം ഇന്ത്യ അല്ലെ. ഇന്ത്യയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇന്ത്യയാണ് നമ്മുടെ രാജ്യം. ദെൻ അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക. വളരെ വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, നമ്മുടെ രാജ്യം ഇന്ത്യയാണെന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ്? തീർച്ചയായും ഉത്തരം ന്യൂഡൽഹി അല്ലേ. നമ്മൾ മാപ്പിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ന്യൂഡൽഹി. ഈ ന്യൂഡൽഹിയാണ് നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനം. ദെൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു പോയൊരു ചോദ്യം കൂടിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്? ഉത്തരം ഇതാണ്. നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. 1947 ആഗസ്റ്റ് 15. ഓക്കെ, 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചത്. നമ്മുടെ ദേശീയ ഗാനം ഏതാണ്? നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന അല്ലെ, സ്കൂളിൽ നിന്നൊക്കെ സ്ഥിരമായി കേൾക്കുന്ന ആ ഒരു ഗാനം. ഉത്തരം ജനഗണമന അല്ലെ. ഇതറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. അടുത്ത ചോദ്യം, നമ്മുടെ ദേശീയ ഗീതം ഏത്? ഇതായിരിക്കും നിങ്ങൾ ചിലപ്പോൾ മാറി മാറി പോവുക. ഒന്ന് നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. നമ്മുടെ ദേശീയ ഗീതം ഉത്തരം വന്ദേ മാതരം. ഓക്കെ, മാറിപ്പോകരുത്, ഉറപ്പിച്ചു വെക്കുക. നമ്മുടെ ദേശീയ ഗീതം വന്ദേ മാതരം. ദെൻ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന അല്ലെ, ജനഗണമന എഴുതിയത് ആരാണ്? ഓക്കെ, ജനഗണമന എഴുതിയത് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. നോട്ട് ബുക്കിലേക്ക് എഴുതി വീണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ മറച്ചു നോക്കുക. ദെൻ അടുത്ത ചോദ്യം, ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? അല്ലെ, 1 മിനിറ്റിൽ താഴെയാണ് നമ്മൾ ജനഗണമന ആലപിക്കാൻ എടുക്കുന്നത്. ശരിയായ ഉത്തരം ഇതാണ്, 52 സെക്കൻഡ്. ഓക്കെ, 52 സെക്കൻഡാണ് ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം. ദെൻ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഇപ്പോഴത്തെ അല്ല, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ് എന്നാണ് ചോദ്യം. ഇതും വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്, ഓർത്തു വെക്കുക. ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദെൻ ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രപതി ആരാണ്? ആദ്യത്തെ രാഷ്ട്രപതി നമ്മൾ പറഞ്ഞു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ഇതാണ്, ഡോക്ടർ രാംനാഥ് കോവിന്ദ്. ഓക്കെ, ഓർത്തു വെക്കുക, ഡോക്ടർ രാംനാഥ് കോവിന്ദ്. ദെൻ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? അല്ലെ, നമ്മൾ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒക്കെ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഇതാണ്, ജവഹർലാൽ നെഹ്റു. ഓക്കെ, മനസ്സിലായോ? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. അതോടൊപ്പം ഓർത്തു വയ്ക്കുക, അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? അല്ലേ, നിങ്ങൾ ഈ ഒരു ചിത്രവും പല ഇടങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എന്താണ് ഉത്തരം? അതെ, നിങ്ങൾക്ക് അറിയുന്ന ഉത്തരം തന്നെയാണ്, നരേന്ദ്രമോദി. ഓക്കെ, നരേന്ദ്രമോദിയാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി. ദെൻ നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? യെസ്, ഗാന്ധിജി അല്ലെ, മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. ദെൻ അടുത്ത ചോദ്യം,
വന്ദേ മാതരം രചിച്ചത് ആരാണ്? വന്ദേ മാതരം അല്ലെ, നമ്മുടെ ദേശീയ ഗീതമാണ്. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കില്ല, നമ്മുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ഈ വന്ദേ മാതരം രചിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. നോക്കുക, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് എന്ന വ്യക്തിയാണ് വന്ദേ മാതരം രചിച്ചത്, ഓർത്തു വയ്ക്കുക. ദെൻ നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? യെസ്, നമ്മൾ പറഞ്ഞു ഗാന്ധിജിയാണ്, മഹാത്മാഗാന്ധി അല്ലേ. ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? നിങ്ങൾക്ക് അറിയോ മുഴുവൻ പേരെന്താന്ന്? നോക്കാം. ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് ഗാന്ധിജിയുടെ മുഴുവൻ പേര്. ദെൻ നമ്മുടെ ദേശീയ പതാകയ്ക്ക് പറയുന്ന പേര് എന്താണ്? നമ്മുടെ ദേശീയ പതാക നമ്മൾ വരച്ച് കളർ കൊടുത്ത കാര്യമാണ് അല്ലേ. എത്ര കളറാണ് അതിലുള്ളത്? എത്ര നിറങ്ങളാണ് ദേശീയ പതാകയിലുള്ളത്? 3 നിറങ്ങൾ. അപ്പൊ അതുപോലെ നിങ്ങൾ ഓർത്തു വെക്കുക, ത്രിവർണ പതാക, ത്രിവർണ പതാക. ഓക്കെ, പറഞ്ഞു നോക്കുക. നമ്മുടെ ദേശീയ പതാകയ്ക്ക് പറയുന്ന പേര് ത്രിവർണ പതാക എന്നാണ്. ഓക്കെ, ദെൻ നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? അല്ലേ, ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ നമ്മളെല്ലാവരും സ്കൂളുകളിൽ നിന്ന് കേട്ടതാണ്, പ്രതിജ്ഞ എടുക്കുന്നതാണ്. ഈ ഒരു ദേശീയ പ്രതിജ്ഞ ആരാണ് എഴുതിയതെന്ന് അറിയാമോ? അതെ, ഉത്തരം സുബ്ബറാവു. ഓക്കെ, സുബ്ബറാവു ആണ് നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത്. ദെൻ അഹിംസാ ദിനം എന്നാണ്? അഹിംസാ ദിനം ഉത്തരം ഒക്ടോബർ 2. ഒക്ടോബർ 2 നമ്മൾ അഹിംസാ ദിനമായി ആചരിക്കുന്നത് അല്ലേ. ഇതിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? അതെ, നമ്മുടെ ഗാന്ധിജിയുടെ പിറന്നാൾ അല്ലെ, ഗാന്ധിജി ജനിച്ച ദിവസമാണ് ഒക്ടോബർ 2, ഗാന്ധി ജയന്തി അല്ലെ. ആ ഒരു ദിവസമാണ് നമ്മൾ അഹിംസാ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏത്? ഉത്തരം അശോക സ്തംഭം. ഓർത്തു വയ്ക്കുക, അശോക സ്തംഭമാണ് നമ്മുടെ ദേശീയ ചിഹ്നം. ദെൻ ദേശീയ കലണ്ടർ ഏതാ എന്നറിയോ? ദേശീയ കലണ്ടർ ഉത്തരം ശകവർഷ കലണ്ടർ. ഓർത്തു വയ്ക്കുക, ശകവർഷ കലണ്ടറാണ് നമ്മുടെ ദേശീയ കലണ്ടർ. ദെൻ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. കുറേ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. അവസാനത്തെ ചോദ്യം, 20ാമത്തെ ചോദ്യം, ഗാന്ധിജി ജനിച്ചത് എവിടെയാണ്? ഗാന്ധിജി ജനിച്ചത് എവിടെയാണ്? ഉത്തരം ഗുജറാത്തിലെ പോർബന്തറിൽ. ഓക്കെ, ഗുജറാത്തിലെ പോർബന്തറിലാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അല്ലെ, ഗാന്ധിജി ജനിച്ചത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. നിങ്ങൾ ഒന്നുകൂടി ഈ വീഡിയോ കാണുക. എല്ലാവരും ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൃത്യമായി പഠിക്കുക. ഓഗസ്റ്റ് 15 നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നടക്കുന്ന ക്വിസ് മത്സരങ്ങളിൽ നല്ല മാർക്കുകൾ വാങ്ങുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.